ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു. തീയണയ്ക്കാൻ എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്ന് എന്നെ വീണ്ടെടുത്തെന്റെ യേശു. ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു. തീയണയ്ക്കാൻ എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്നു എന്നെ വീണ്ടെടുത്തെന്റെ യേശു. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു. കൂരിരുളിൽ എന്നും ദീപമായി കൂടെയുണ്ടേ, ആകുലവേളകളിൽ എന്നും ആശ്വാസമേ അവൻ താ. 25 വർഷത്തെ അച്ഛന്റെ സേവനം തിരുസഭയ്ക്കും ഈ സ്ഥാപനത്തിനും ലോകം മുഴുവനും ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ്. അച്ഛനെ ഈ ലോകത്തിന് നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നമുക്ക് കുടുംബത്തെ സംബന്ധിച്ച് ഇത് വലിയ സന്തോഷത്തിന്റെ ഉത്സവമാണ്. ഒക്കെയേറെ പ്രിയങ്കനായിട്ടുള്ള ജോൺസൺ അച്ഛൻ തന്റെ പൗരോഹിത്യ ജീവിതത്തിൽ 25 വർഷം പിന്നിടുന്ന സുന്ദരമായിട്ടുള്ള ദിനങ്ങളാണ്. എന്റെ നാൾ അത് ജൂബിലി വർഷമാണ്, അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. അവനെ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കഴിക്കാനായി അവിടുന്ന് വിട്ടൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. ഞാൻ മുദ്രിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനെ വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നെ വിശ്വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. അതുപോലെ തന്നെ അന്യരുടെ ജീവന് ഉപകാരപ്പെട്ടുകൊണ്ട് സ്വന്തം ജീവിതം ഏറ്റവും ധന്യ. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ എമാനുവൽ ലെവിനാസ് എന്ന ഒരു ഓതറിനെ പ്രത്യേകമായിട്ട് ഞങ്ങളിപ്പോഴും ഓർക്കുന്നു. എമാനുവൽ ലെവിനാസിൻ്റെ ഏറ്റവും സിസ്റ്റേഴ്സുമാണ് കുർബാന സ്വീകരിക്കേണ്ടത്. മറ്റുള്ളവർക്ക് പുറകിൽ നടുവിൽ വൈദിക
സഹകരണത്തോടെ ഭക്തിയോടെ എൻ്റെ വികാരി ഫ്രാങ്ക്ലിനച്ചൻ, എൻ്റെ അംഗമായ സാജനച്ചൻ, അതുപോലെ മനോജച്ചൻ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൊപ്പോളിൻ്റെ സ്വന്തമായ പ്രസാന്തച്ചൻ തുടങ്ങിയ അച്ഛന്മാരെ വിശുദ്ധയിലെ പുറത്തുണ്ടായി. അച്ഛന്മാരെ കുർബാനയ്ക്ക് ശേഷം എത്തിച്ചേരാനുള്ള കുറിച്ച് കുർബാനയ്ക്ക് മുൻപേ വന്ന് അത്യാവശ്യമായതിനാൽ പോയിട്ടുണ്ട്. അവരെല്ലാവരുടെയും വലിയ പ്രാർത്ഥന എനിക്ക് കിട്ടിയെന്നുള്ളത് ഒരു സന്തോഷമാണ്. അപ്പോൾ തന്നെ സിസ്റ്റേഴ്സിൻ്റെ ഹൃദയാതിരിക്കുന്ന വേടുവാനുകളൊക്കെ ഉണ്ട്. നമുക്കിത് കഴിഞ്ഞ് കുറച്ച് മീറ്റിംഗ് കൂടി ഉണ്ട്. അതുകൊണ്ട് വിശുദ്ധ കുർബാന സമാപിച്ചു. ഇപ്പോൾ ഫോട്ടോ എടുക്കുന്ന സമയമാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട കാർമ്മികർ ഒന്നിച്ചുള്ള ഫോട്ടോ എടുക്കുന്നു. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ഒരിക്കലും പറ്റാത്ത തീരവി പോലെ നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ഒരിക്കലും പറ്റാത്ത തീരവി പോലെ ഈ ആയത്തിലും അരുവി പോലായത്തിലും ഈ ആയത്തിലും അരുവി പോലായത്തിലും കർത്താവ് ഇല്ലേ നിരന്തരം നയിക്കും അതുപോലെയും സമൃദ്ധി നൽകും അധിക ഫലം നിന്റെ അസ്ഥികൾ
അധികമലം നിന്റെ അസ്ഥികൾ വേഗം നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ഒരിക്കലും മറ്റാത്ത തീരൽവി പോലെ നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ഒരിക്കലും മറ്റാത്ത തീരൽവി പോലെ നീയായത്തിലും തേനൊരു വിപുലായത്തിലും നീയായത്തിലും തേനൊരു വിപുലായത്തിലും പൗരോഹിത്യ ബഹുമാനപ്പെട്ട ജോൺസൺ അന്തിക്കാട്ടച്ചനും വിശിഷ്ട വ്യക്തികളും ശിങ്കാരി മേളത്തിന്റെ ആസ്വാദിനിയോടെ വേദിയിലേക്ക് കടന്നു വരുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് വിശിഷ്ടാതിഥികളെ സ്വീകരിക്കാം. നന്മയുടെ സൂനങ്ങൾ സൗരഭ്യം പരത്തി നിൽക്കുന്ന പോപ്പോൾ മേഴ്സി ഹോമിന്റെ ആരാമം വർണ്ണസുന്ദര ശലഭങ്ങളാൽ പൗരോഹിത്യ രചനത്തിനുപരി ആഘോഷത്തിനായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. 25 വർഷത്തെ സേവന ചാരിതാർത്ഥ്യത്തോടെ ആത്മനിർവൃത്തിയോടെ നിസ്വാർത്ഥ സേവനത്തിന്റെ മാതൃകയായ പോപ്പോൾ മേഴ്സി ഹോമിന്റെ എല്ലാമായ ബഹുമാനപ്പെട്ട ജോൺസൺ അന്തിക്കാട്ടച്ചന്റെ പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണ്. പൗരോഹിത്യ രജത ജൂബിലി ആഘോഷിക്കുന്ന നമുക്ക് ഏറ്റവും പ്രിയങ്കരനും ബഹുമാന്യനും സ്നേഹിതനുമായ ജോൺസൺ അച്ഛന് ആദ്യമായി 2 മുതൽ 95 വരെ കോട്ടയം സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിൽ ഫിലോസഫി പഠനം പൂർത്തിയാക്കി. 1995 അവനിശ്ശേരി സെയിന്റ് ജോസഫ് ബാലസദനിൽ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാവിതു പോരാ, നാളിതു പോരാ, ആയുസുമിതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസുമിതു പോരാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസുമിതു പോരാ. prayer dance by teachers of Popol Mercy Home. Enjoy. മഴയിലും വെയിലിലും
ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കരം പിടിച്ച ഒരു വൈദികൻ. അങ്ങനെ കരം പിടിച്ചപ്പോൾ ദൈവം ആ കരം പിടിച്ചുയർത്തി. അതാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട ജോൺസൺ ജീവിതം. ഈ പോപ്പോൾ കുടുംബം ഇന്ന് വലിയ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടെ ഇവിടെ കൂടിയിരിക്കുകയാണ്. ഞങ്ങളേറെ പ്രിയപ്പെട്ട ജോൺസൺ അച്ഛൻ്റെ ജൂബിലി ആഘോഷിക്കാനായിട്ട് ആദ്യമേ തന്നെ ജോൺസൺ അച്ഛനെ ഈ ദിവസത്തിൻ്റെയും ജൂബിലിയുടെയും എല്ലാ നന്മകളും പ്രാർത്ഥനകളും ഞങ്ങളെല്ലാവരുടെയും പേരിൽ ഏറെ സ്നേഹത്തോടു കൂടെ ആശംസിക്കുന്നു, നേരുന്നു. ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട്, ഞങ്ങളുടെ ഈ സന്തോഷത്തിനൊപ്പം കൂടാനായിട്ട് ഈ കുടുംബത്തിൽ തന്നെ അംഗങ്ങളാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഏറെ സന്തോഷത്തോടു കൂടെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അച്ഛൻ ആശംസകൾ നേരാനായിട്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് നമുക്കേറെ പ്രിയങ്കരനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജോസ് കോനിക്കലച്ചനാണ്. അച്ഛൻ തൃശ്ശൂർ അതിരൂപതയുടെ വികാരി ജനറലച്ഛനാണ്. നമുക്കറിയാം, ഇന്ന് പിതാവിൻ്റെ നാമകീർത്തന തിരുനാൾ ആഘോഷിക്കുകയാണ്. ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഈ ചെറിയ ആഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് അച്ഛൻ സ്നേഹപൂർവ്വം വന്നിരിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും പേരിൽ ബഹുമാനപ്പെട്ട ജോസ് കോനിക്കലച്ചനെ സ്നേഹപൂർവ്വം ഈ ജൂബിലി ആഘോഷത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ജൂബിലി ആഘോഷത്തിന്റെ അധ്യക്ഷനായിരിക്കുന്നത് നമുക്കേറെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വർഗീസ് തരകനച്ചനാണ്. നമ്മുടെ വടക്കാഞ്ചേരി കൊറോണ വികാരി കൂടിയാണ് അച്ഛൻ. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറെ സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നോക്കിക്കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നല്ലൊരു വൈദികൻ. ഈ ജൂബിലി ആഘോഷത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കാനായിട്ട് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട വർഗീസ് തരകനച്ചനെ ഏറെ സ്നേഹത്തോടുകൂടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഈ യോഗത്തിലെ നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് വടക്കാഞ്ചേരി MLA ശ്രീ സീരജ് തിരുവള്ളി സാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൾ വൈകാതെ ഇവിടെ എത്തിച്ചേരും. MLAയുടെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് സ്നേഹത്തോടുകൂടെ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ ദിവസത്തിന്റെ ആശംസ നേരാനായിട്ട് ഏറെ സന്തോഷത്തോടുകൂടെ നമ്മുടെ ഈ ജൂബിലി ആഘോഷത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ സുരേന്ദ്രൻ സാറാണ്. ആദ്യമേ തന്നെ സാറിന് വലിയ നന്ദി പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ ഒരു ജൂബിലി ആഘോഷം ഇത്രയും മനോഹരമായിട്ടൊരു പന്തലിൽ നടത്താനായിട്ടുള്ള കാരണക്കാരൻ അത് സുരേന്ദ്രൻ സാറാണ്. ഈ വർഷത്തെ ജില്ലാ നഗരസഭയുടെ വടക്കാഞ്ചേരി നഗരസഭയുടെ ഭിന്നശേഷി ദിനാചരണം പോപ്പോൾ ബേസിക് ഹോമിലാണ് നടക്കുന്നത്. അടുത്ത മാസം 3-ാം തീയതി. അപ്പൊ അതിനൊരുക്കമായിട്ടുള്ള പന്തല് നേരത്തെ ഇടുകയും അതിലിങ്ങനെ ഒരു ജൂബിലി ആഘോഷം നടത്താനായിട്ട് അനുവാദം തരികയും ചെയ്ത ഞങ്ങളേറെ സ്നേഹിക്കുന്ന സുരേന്ദ്രൻ സാറിന് ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഈ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടെ സ്വാഗതം നേരുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ കുടുംബം അമ്മയുടെ വാത്സല്യം പകർന്നു നൽകുന്ന നമ്മുടെ സിസ്റ്റേഴ്സാണ്. സിസ്റ്റേഴ്സിന് വലിയ സാന്നിധ്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് വലിയ പ്രോത്സാഹനം കരുത്തും. ഇന്നത്തെ ഈ ജൂബിലി ആഘോഷത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട നർമ്മദ സിസ്റ്റേഴ്സിന്റെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ LC ഇല്ലിക്കൽ നമ്മുടെ കൂടിയിട്ട് ഏറെ സ്നേഹത്തോടുകൂടെ ഞങ്ങൾ നോക്കുകയും അതുപോലെ തന്നെ ഇടയ്ക്കിടെ വന്ന് ഞങ്ങൾ സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങളും പ്രോത്സാഹനം നൽകുന്ന സിസ്റ്ററിനെ എല്ലാവരുടെയും പേരിൽ സ്നേഹത്തോടുകൂടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം നേരുകയാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർ ആയിട്ടുള്ള പ്രദീപൻ സാറ് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അല്പസമയത്തിനുള്ളിൽ ഈ യോഗത്തിൽ എത്തിച്ചേരും. പ്രദീപൻ സാറിന്റെ അസാന്നിധ്യത്തിൽ സാറിനും ഏറെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പരിപാടികൾക്കും നമ്മുടെ കൂടെ ഉള്ള ഒരു മുഖമാണ് മധുവേട്ടൻ. മധുവേട്ടനില്ലാത്ത പൂക്കോളില്ല.
എന്ത് പരിപാടിക്കും ഇന്നലെയും കൂടെ വന്ന് എല്ലാ കാര്യങ്ങളും വിലയിരുത്താനായിട്ട് ഇവിടെ ഓടിയെത്തി. അങ്ങനെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മധുവിന്റെ ഞങ്ങളുടെ എല്ലാവരുടെ പേരില് സ്നേഹത്തോടു കൂടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം അനുഷ്ഠിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ യോഗത്തിലേക്ക് ആശംസ പറയാനായിട്ട് എത്തിയിരിക്കുന്ന അനുപേട്ടൻ, നമ്മുടെ സ്ഥാപനം തൊട്ട് തന്നെയാണ് അനുപേട്ടന്റെ വീട്. എല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്തുന്ന അനുപേട്ടനും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്നേഹത്തോടു കൂടെ യോഗത്തിലേക്ക് സ്വാഗതം അനുഷ്ഠിക്കുന്നു. വടക്കാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലർ അജിത് കുമാർ ഇതുപോലെ തന്നെ ഒരു ജ്യേഷ്ഠനെ പോലെ നമ്മുടെ എല്ലാ പരിപാടികളിലും വന്ന് പങ്കെടുക്കുകയും നമ്മെ പ്രോത്സാഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഏറെ സ്നേഹത്തോടുകൂടെ അജിത്തേടനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം നേരുകയാണ്. കഴിഞ്ഞ വർഷം നമുക്ക് സംസ്ഥാനത്തെ NGO സ്ഥാപനത്തിൽ മികച്ച NGO സ്ഥാപനത്തിലുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കുകയുണ്ടായി. അതിനെ നമ്മെ സഹായിച്ചത്, പ്രത്യേകിച്ച് അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നമ്മെ സഹായിച്ചത്, സുഗമമായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ സഹായിച്ചത് ബഹുമാനപ്പെട്ട അന്നത്തെ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസറായിട്ടുള്ള സിനോ സാറായിരുന്നു. ഇപ്പം അദ്ദേഹം ട്രാൻസ്ഫർ ആയിട്ട് എറണാകുളത്തുണ്ടെങ്കിലും പോപ്പോളുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു ഹൃദയൈക്യം, ഒരു ആത്മബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. എല്ലാവരുടെ പേരിൽ സിനോ സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം നേരുകയാണ്. ഈ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് അച്ഛൻ ഇടപെടുന്ന മേഖലകളുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഒഫീഷ്യൽസ് ഇവിടെ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ മീറ്റിങ്ങിൽ. പ്രത്യേകിച്ച് ഈ ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സ്ഥാപനം അടുത്തുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബോഡിയിലെ ഒരു അംഗമാണ് നമ്മളുടെ ജോൺസൺ അച്ഛൻ. മെഡിക്കൽ കമ്മിറ്റിയിലെ വളരെ സജീവമായിട്ടുള്ള സാന്നിധ്യമാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ സനൽകുമാർ. നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മെ സഹായിക്കുന്ന വ്യക്തി കൂടിയാണ്. ഒപ്പം തന്നെ നമ്മളുടെ മെഡിക്കൽ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പാൾ കൂടിയാണ് ഡോക്ടർ സനൽകുമാർ. ഏറെ സ്നേഹത്തോടു കൂടെ ഈ ജൂബിലി ആഘോഷത്തിലേക്ക് സനൽകുമാർ സാറിനെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം തരികയാണ്. ഒപ്പം തന്നെ അച്ഛനുമായിട്ട് ഇടപെടുന്ന മറ്റു മേഖലകളാണ് സോഷ്യൽ ജസ്റ്റിസ് ഓഫീസേഴ്സ്, കളക്ടറേറ്റിലുള്ള ഉദ്യോഗസ്ഥരെ, DD ഓഫീസർ, സ്പെഷ്യൽ സ്കൂൾ അസോസിയേഷൻ, അതുപോലെ തന്നെ ജില്ലാ PTA, അതുപോലെ തന്നെ മുനിസിപ്പൽ സ്റ്റാഫ് അംഗങ്ങൾ. ഒപ്പം തന്നെ അച്ഛൻ്റെ ഇടവകയിൽ നിന്നും, അച്ഛൻ അതുപോലെ തന്നെ പ്രവർത്തിച്ച അല്ലെങ്കിൽ സേവനമനുഷ്ഠിച്ച ഇടവകയിൽ നിന്നൊക്കെ ഈ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് ഒത്തിരി മനുഷ്യർ വന്നിട്ടുണ്ട്. എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടെ ഒറ്റ വാക്കിൽ ഈ ജൂബിലി ആഘോഷത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള പ്രിൻസിപ്പൽ സിസ്റ്റേഴ്സ് ഉണ്ട്, പ്രിൻസിപ്പൽ സാറുമാരുണ്ട്. ഭക്ഷിക്കുന്ന ജോൺസൺ അച്ഛൻ, വേദിയിലെ ആശംസാഭ്യർത്ഥിക്കുന്ന സുരേന്ദ്ര സാർ ഉൾപ്പെടെയുള്ള എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള സ്നേഹമുള്ള എൻ്റെ വൈദിക സഹോദരങ്ങളെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, ഈ വിദ്യാലയത്തിലെ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും ഈ ദിവസത്തിൽ ഒന്നിച്ചുകൂടുവാൻ അവസരം ഒരുക്കിയ ദൈവം നന്ദി പറയുകയാണ്. ജോൺസൺ ജീവിതത്തിൽ ഞാൻ 3 വാക്കുകളിൽ ഏറ്റവും പെട്ടെന്ന് അവസാനിപ്പിക്കാം. അത് he was looking for Jesus and he was looking at Jesus and he was looking with Jesus. ഈ 3 വാക്കുകളാണ് ജോൺസൺ ജീവിതമായിട്ട് എനിക്ക് കാണുവാൻ സാധിക്കുക. ജനിച്ച നാൾ മുതൽ അമ്മയോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, സഹോദരനോടൊപ്പം നാട്ടിലെ എളവള്ളിയിൽ he was looking for Jesus. യേശുവിന് വേണ്ടി തിരയുകയായിരുന്നു.
തന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ യേശുവിനെ തിരഞ്ഞ് അത് കണ്ടെത്തുവാനായിട്ട് തുടർന്ന് തൃശ്ശൂർ സെന്റ് മേരീസ് മനസ്സിൽ എത്തുകയായിരുന്നു. And he was looking at Jesus. നീണ്ട 10 വർഷക്കാലം വൈദിക പരിശീലനത്തിന് വേണ്ടിയിട്ട് he was looking at Jesus. യേശുവിനെ മനസ്സിൽ കണ്ട് ധ്യാനിച്ചുകൊണ്ട് യേശു എപ്രകാരമാണ് ജീവിതത്തെ കരുപ്പിടുന്ന മനസ്സിലാക്കി he was looking at Jesus. അത് കഴിഞ്ഞ് 1990 പൗരോഹിത്യം സ്വീകരിച്ചു അന്ന് മുതൽ he was looking with Jesus. ഈശോയുടെ കണ്ണുകളിലൂടെ സമൂഹത്തെ മുഴുവൻ കാണുകയായിരുന്നു. ഈശോയുടെ അനുകാർഗമായ സ്നേഹത്തിന്റെ ഭാവത്തിൽ സമൂഹത്തെ നോക്കിക്കാണുവാൻ തയ്യാറായപ്പോഴാണ് ഈ ആലയത്തിൽ എത്തിച്ചിടുവാനും ഇവിടെ നീണ്ട 20 വർഷക്കാലം ശുശ്രൂഷ ചെയ്യുവാനും ജോസഫ് സാധിച്ചത്. And now he is looking with Jesus. എൻ്റെ ഒറ്റ പ്രാർത്ഥന മാത്രമാണ് ഇനിയുള്ള കാലത്തും ഈശോയുടെ കണ്ണുകളിലൂടെ ഈ സമൂഹത്തെ കാണുവാനായിട്ട് സാധിക്കട്ടെ. ഒരുപാട് നന്മകൾ ഈ സമൂഹത്തിനെ വിതറുവാനായിട്ട് ജോൺ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും പൗരോഹിത്യ മംഗളങ്ങളും ഞാൻ സ്നേഹം നേടുകയാണ്. നാളെ കൈപ്പിടിച്ച് നടത്തിയ തമ്പുരാൻ ഇനിയുള്ള കാലത്തും ജോൺസണിന്റെ ഏറ്റവും സ്നേഹപൂർവ്വം ഉള്ള കൈക്കൊള്ളുന്നതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഏറെ സ്നേഹത്തോടു കൂടിയിട്ട് സ്നേഹാദരവുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി. വടക്കാഞ്ചേരി കൊറോന വികാരി റവറൻ ഫാദർ വർഗീസ് സരകൻ. അടുത്തതായി ഉദ്ഘാടന ചടങ്ങിലെ ജോൺസൺ അന്തിക്കടച്ചൻ, വേദിയിലെ മറ്റ് പ്രമുഖരെ, പൗരോഹിത്യത്തിൻ്റെ 25ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ജോൺസൺ അന്തിക്കടച്ചന് ആദ്യമായി വടക്കാഞ്ചേരി നഗരസഭയുടെ ആശംസകൾ അർപ്പിക്കുകയാണ്. നമുക്കെല്ലാവരും എല്ലാ മേഖലയ്ക്കകത്തും തങ്ങളുടെ ജീവിതത്തിൻ്റെ പുരുഷായുസ് മുഴുവൻ സാമൂഹ്യ സേവനം എന്ന് പറഞ്ഞാൽ പോപ്പോൾ മേഴ്സി ഹോമിൻ്റെ ചുറ്റുപാടുകൾ കോമ്പൗണ്ട് അച്ഛനെ സാദരം ക്ഷണിക്കുന്നു. ആദരം നൽകുന്നത് വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ ടി.എൻ. സുരേന്ദ്രൻ അവർ. നന്ദി. ഈ പൗരോഹിത്യ രജത ജൂബിലി ആഘോഷം എല്ലാ മീറ്റിങ്ങും കൃത്യമായി വന്ന് വളരെ സൗകര്യമായ കാര്യങ്ങൾ ചെയ്യാൻ അഭിപ്രായങ്ങൾ പറയാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഫാദർ ചെയ്യുന്ന ഈ സേവനപ്രവർത്തനം വളരെ വിഷ്വലി ചാലഞ്ചിലായിട്ടുള്ള കുട്ടികളെ മക്കളെ നോക്കുന്ന വളരെ നല്ലൊരു ഈ പ്രവർത്തനങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പിന്നെ 25ാം വർഷം ആഘോഷിക്കുന്ന ഇത്രയും നല്ല സേവനങ്ങൾ ചെയ്ത ഫാദറിനെ എൻ്റെ പ്രത്യേകം എൻ്റെ പേരിൽ നന്ദി പറയുന്നു, ആശംസകളായിരുന്നു. ഇതുപോലെ ഇനിയും കൂടുതൽ കാലം ചെയ്യാൻ പറ്റട്ടെ, രജത ജൂബിലി ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി. ജൂബിലി ആഘോഷിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറും കൂടിയായ ബഹുമാനപ്പെട്ട ജോൺസൺ അന്തിക്കാട്ടച്ച,
നിർമ്മലദാസി സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറൽ വെരി റവറൻഡ് സിസ്റ്റർ എൽസി ഇല്ലിക്കൽ, വേദിയിലുള്ള മറ്റ് വിശിഷ്ടരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ആദ്യമായി തന്നെ പൗരോഹിത്യത്തിൻ്റെ സിൽവർ ജൂബിലി, രജത ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺസൺ അന്തിക്കാട്ടച്ചന് എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് തൃശ്ശൂർ അതിരൂപതയുടെ പേരിൽ സിൽവർ ജൂബിലി മംഗളങ്ങൾ ആദ്യമേ തന്നെ നേരുകയാണ്. അഭിമന്യ ആൻഡ്രൂസ് താഴ്ത്ത് പിതാവ് ഇന്ന് പിതാവിൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ ക്രിസ്തുവിൻ്റെ ശിഷ്യനായ വിശുദ്ധ അന്ത്രയോസിൻ്റെ, വിശുദ്ധ പത്രോസ് ലീഹായുടെ സഹോദരൻ അന്ത്രയോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഭിമന്യ ആൻഡ്രൂസ് താഴ്ത്ത് പിതാവിൻ്റെ പേരിലുള്ള ജൂബിലി മംഗളങ്ങൾ ജോൺസൺ അന്തിക്കാട്ടച്ചന് പ്രത്യേകം നേരുകയാണ്. ഇന്ന് ശരിക്കും ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് അഭിമന്യ ടോണി നീലങ്കാവിൽ പിതാവ്, അതിരൂപത സഹായമെത്രാനാണ് ഇവിടെ എത്തിച്ചേരേണ്ടത്. ഒരു സ്പെഷ്യൽ ഗസ്റ്റ് അവിടെ എത്തിച്ചേർന്നത് കൊണ്ട്, നേരത്തെ പ്ലാൻ ചെയ്യാതെ വന്നിട്ടുള്ളത് കൊണ്ട്, അഭിമന്യ ആൻഡ്രൂസ് പിതാവ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോയതുകൊണ്ട് പിതാവ് അവിടെ ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. ഇന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടത് അദ്ദേഹമാണ്. പ്രത്യേകമായിട്ട് ജോൺസൺ അച്ഛന് ജൂബിലി മംഗളങ്ങൾ നേരാൻ പ്രത്യേകം അഭിമന്യ ടോണി നീലങ്കാവിൽ പിതാവും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അഭിമന്യ ടോണി നീലങ്കാവിൽ പിതാവിൻ്റെ പേരിലുള്ള സിൽവർ ജൂബിലി ആശംസകൾ ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛന് നേരുകയാണ്. നമ്മളിവിടെ കുറേ കാര്യങ്ങൾ ജോൺസൺ അച്ഛൻ്റെതായിട്ടുള്ള വിധത്തിൽ നമ്മൾ കാണുകയും വിവരിക്കുകയൊക്കെ ചെയ്തു. ആത്യന്തികമായി ഒരു വൈദികൻ, ഒരു പുരോഹിതൻ ദൈവത്തെ കൊടുക്കുന്നവനാണ്. ദൈവത്തെ കൊടുക്കുകയും ദൈവത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നവനാണ് ഒരു വൈദികൻ. അത് പൂർണ്ണ രൂപത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാനാണ് ഈ ജൂബിലി ദിനത്തിൽ പ്രത്യേകമായി ജോൺസൺ അച്ഛനെ കുറിച്ച് പറയാനും ആശംസിക്കാനുമാണ് ഇവിടെ നിൽക്കുന്നത്. ജോൺസൺ കൊണ്ട് ഈ സിൽവർ ജൂബിലി സെലിബ്രേഷൻ ബഹുമാനപ്പെട്ട ജോൺസൺ അന്തിക്കാട്ടച്ചൻ ആശംസകൾ നേർന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട തൃശൂർ അതിരൂപത എഴുതിയിട്ടുള്ളത് ഈ സ്ഥാപനത്തിലെ തന്നെ അധ്യാപികയായ ആലിസ് ടീച്ചറാണ്. ഇപ്പോൾ നമ്മൾ ജൂബിലി കേക്ക് കട്ടിങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. റവറൻഡ് ഫാദർ ജോൺസൺ അന്തിക്കാട്ടിനെയും മറ്റ് വിശിഷ്ടാതിഥികളെയും കേക്ക് കട്ടിങ്ങിലേക്ക് സ്നേഹം പകർന്നു തന്ന് നമ്മെ പാലിച്ചിരുന്നുവല്ലോ.
അച്ഛനെ ആദരിക്കാം. പൊന്നാട അണിയിക്കുന്നത് വടക്കാഞ്ചേരി കൊറോണ വികാരി റവറൻ ഫാദർ ജോസ് നരകൻ. അച്ഛന്റെ 25 വർഷത്തെ നിസ്വാർത്ഥ സേവനത്തിന് ഉള്ള അംഗീകാരം. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരം ശ്രീ അജിത് കുമാർ മുനിസിപ്പൽ കൗൺസിലർ നിർവഹിക്കുന്നു. അഭിനന്ദനങ്ങൾ. ആദരവ് നൽകിയ എല്ലാ സുമനസ്സുകൾക്കും നന്ദി. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സൊസൈറ്റി ഓഫ് നിർമ്മലദാസി സിസ്റ്റർ സുപ്പീരിയർ ജനറൽ റവറൻ സിസ്റ്റർ LC ഇല്ലിക്കൽ SNDSനെ സ്നേഹപൂർവ്വം വലിയ ബഹുമാനപ്പെട്ട വികാരി ജനറൽ ജോസ് മോനിക്കനച്ച, യോഗാധ്യക്ഷൻ ബഹുമാനപ്പെട്ട വർഗീസ് തരകനച്ച, രജത ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജോൺസൺ അന്തിക്കാടനച്ച, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, കുഞ്ഞുമക്കളെ, കർത്താവിന് നന്ദി പറയുകയും അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഈ ദൈവവചനം ഈ മനുഷ്യദിനത്തിൽ അന്വർത്ഥമാവുകയാണ്. പൗരോഹിത്യത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന ജോൺസൺ അന്തിക്കാട്ടച്ചന് നിർമ്മലദാസി സമർപ്പിത സമൂഹത്തിന്റെ മുഴുവൻ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലുമുള്ള ജൂബിലി മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. ജൂബിലി അത് വിശുദ്ധ സ്മരണകളുടെ വിളവെടുപ്പ് കാലമാണ്. 25 വർഷത്തെ ഇന്നലകളിൽ ദൈവം നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് അച്ഛനോടൊപ്പം നമുക്കും നന്ദി പറയാം. ഋഗ്വേദത്തിൽ ആദ്യമന്ത്രം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ഓം അഗ്നിം ഇളയം പുരോഹിതം. അഗ്നിയായ പുരോഹിതനെ വന്ദിക്കുന്നു. വിശുദ്ധീകരിക്കാൻ യാഗാഗ്നിയിൽ സമർപ്പിക്കുന്നതിനെയെല്ലാം വിശുദ്ധീകരിച്ച് അഗ്നി ദൈവിക തലത്തിലേക്ക് ഉയർത്തുന്നു. അതാണ് പുരോഹിത ധർമ്മം. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ പുരോഹിത ധർമ്മം 100% പൂർത്തിയാക്കിക്കൊണ്ട് അതിൻ്റെ നിറവിലാണ് ജോൺസൺ അച്ഛൻ ഇവിടെ ഇരിക്കുന്നത്. അനേകം മക്കളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുള്ളവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള അച്ഛൻ്റെ കഠിനാധ്വാനങ്ങളെ, ഈ സ്ഥാപനത്തെ യശസ് ഉയർത്തി നിർത്താൻ അച്ഛൻ ചെയ്യുന്ന ഒരു പരിശ്രമങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഇനിയും കൂടുതൽ ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ പുരോഹിത വഴിയെ പ്രകാശിതനായി പ്രശോഭിതനായി ഇനിയും അനേകം മക്കൾക്ക് കരുത്താകാൻ, തണലാകാൻ കർത്താവിൻ്റെ വഴികളും മൊഴികളും അച്ഛനെ ശക്തി പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ജൂബിലി മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി. സൊസൈറ്റി ഓഫ് നിർമ്മലദാസി സിസ്റ്റർ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ LC ഇല്ലിക്കൽ SNDS. ഇപ്പോൾ ആശംസ പ്രിയപ്പെട്ട വർഗീസ് തരകനച്ച, ഔപചാരികമായി നമ്മുടെ ഈ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത ജോസ് മോനിക്കലച്ച, പ്രിയപ്പെട്ട ജോൺസൺ അന്തിക്കാട്, അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായിട്ടുള്ള അജിത് കുമാർ,
വേദിയിലും സദസ്സിലുമുള്ള ആദരണീയർ, നേരത്തെ കോനിക്കരച്ചൻ പറഞ്ഞതുപോലെ കുണ്ടുകുളം പിതാവിൻ്റെ സ്വപ്നങ്ങളിൽ ഉയർന്നു വന്ന ഒരു സ്ഥാപനമാണ്. അത് രൂപതയുടെ തന്നെ അഭിമാനമാണ് എന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ച് വടക്കാഞ്ചേരി നഗരസഭയുടെ അഭിമാനമാണ് ഈ സ്ഥാപനം. നേരത്തെ കുണ്ടുകുളം പിതാവിൻ്റെ സ്വപ്നങ്ങളിൽ ഉയർന്നു വന്ന ഈ സ്ഥാപനം നേരത്തെ ഉണ്ടായിരുന്ന ഡയറക്ടർമാരും അതുപോലെ തന്നെ ഇപ്പോഴും ഈ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്ത നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ ജോസ് കോനിക്കര, അതുപോലെ തന്നെ ഇന്ന് പൗരോഹിത്യ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ ഫാദർ ജോൺസൺ അന്തിക്കാട് വേദിയിലെ വിശിഷ്ട വ്യക്തിത്വമുണ്ട്. ആദ്യമായി ഫാദർ ജോൺസൺ അന്തിക്കാടിന് അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ ഉൾപ്പെടുന്ന പ്രസ്ഥാനത്തിൻ്റെ പേരിലും എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. തീർച്ചയായും 4 പെൺകുട്ടികൾക്ക് ശേഷം ഒരു ആൺകുട്ടി ഉണ്ടായപ്പോൾ സാധാരണ അമ്മമാരും അച്ഛന്മാരും ഒക്കെ അവരെ ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറാവാറില്ല. എന്തായാലും ആ മകനെ സഭയ്ക്കും ഇത്തരം പുണ്യപ്രവൃത്തി ചെയ്യാനും വേണ്ടി സഭയ്ക്ക് വിട്ടു നൽകിയ അച്ഛനെയും അമ്മയെയും കൂടി ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞാനൊരു 30 വർഷം 1996 ജനപ്രതിനിധിയായത്, അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റ്, അതിനുശേഷം ഈ സ്ഥാപനമായി ഇപ്പോഴും. ഏറെ ബഹുമാനപ്പെട്ട റവറൻഡ് ഫാദർ ജോസ് കോനിക്കരച്ചൻ, റവറൻഡ് ഫാദർ വർഗീസ് കറിനച്ചൻ, ഇന്നത്തെ മുഖ്യ വിശിഷ്ടാതിഥിയായി നമ്മളോടൊപ്പം ഇന്നത്തെ പൗരോഹിത്യ 25ാം വാർഷികം ആഘോഷിക്കുന്ന ജോൺസൺ അന്തിക്കാട് അച്ഛൻ, അനൂപ് കിഷോറേട്ടൻ, അജിതേട്ടൻ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം, ജോൺസൺ അന്തിക്കാട് അച്ഛൻ്റെ 25ാം പൗരോഹിത്യ ജൂബിലി വർഷത്തിൻ്റെ ആഘോഷവേളയിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ഇവിടെ ഉദ്ഘാടകനും അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തിയുമൊക്കെ സംസാരിച്ചു. തൃശ്ശൂർ അതിരൂപതയുടെ വളരെ ശ്രേഷ്ഠമായ ഒരു സ്ഥാപനം കൂടിയാണിത്. തുടർന്ന് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയും പറഞ്ഞു അവരുടെയും അഭിമാന സ്തംഭമായിട്ടുള്ള ഒരു സ്ഥാപനം തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും നല്ല സ്ഥാപനമായി തെരഞ്ഞെടുത്തതും ഈ സ്ഥാപനം തന്നെയാണ്. അത് നമ്മൾ വിട്ടുപോകാൻ പാടുള്ളതല്ല. ഈ ഡിസംബർ 3-ന് പുതിയൊരു സ്ഥാപനത്തെ കണ്ടെത്തുന്നത് വരെ ഇപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും നല്ല കേരളത്തിലെ മാതൃകയായ സ്ഥാപനമായി അംഗീകരിച്ച് ആദരിച്ച ഒരു സ്ഥാപനം കൂടിയാണ്. ഞാൻ സാമൂഹ്യ നീതി വകുപ്പിനെ പ്രതിനിധീകരിച്ച് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ അച്ഛനെ പരിചയപ്പെടുന്നത് ഒരു ഔദ്യോഗിക സംഭവത്തിൻ്റെ ഇടയിൽ വെച്ചാണ്. കാരണം ഞാൻ കോഴിക്കോട് ജോലി ചെയ്ത് തൃശ്ശൂരിലേക്ക് സ്ഥലം മാറ്റം വന്ന് നിൽക്കുന്ന ആ ദിവസമാണ് അച്ഛൻ കുറച്ച് അപേക്ഷകളുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. കാരണം 2020 മുതൽ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള RPWD ആക്ട് പ്രകാരം ഭിന്നശേഷി സ്ഥാപനങ്ങളെല്ലാം തന്നെ രജിസ്റ്റർ ചെയ്യണം എന്ന ഒരു നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ക്രൈറ്റീരിയ പ്രകാരമുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാൽ ഒട്ടുമിക്ക സ്ഥാപനങ്ങൾക്കും പ്രവർത്തിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം വരും എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് പല ഉദ്യോഗസ്ഥരും എങ്ങനെ ഈ സ്ഥാപനങ്ങളെ നമുക്ക് ഈ അംഗീകാരത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാൻ എങ്ങനെ സാധിക്കുമെന്നുള്ള ആശങ്കപ്പെട്ടിരിക്കുന്ന സമയത്താണ്
ഒരുപാട് അപേക്ഷകൾ കെട്ടിക്കിടങ്ങി ആര് പോയി അന്വേഷിക്കും, ആര് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കൊടുക്കും. ഈ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കൊടുക്കുന്ന വ്യക്തിക്കാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം. പിന്നീട് ഒരു പരാതിയില്ല. അപ്പോൾ എല്ലാവരും ഒരു ചെറിയൊരു മടിയോടുകൂടി ഞാൻ നീ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിലാണ് അച്ഛൻ അവിടെ വരുന്നത്. അങ്ങനെയാണ് ഞാൻ അച്ഛൻ ആദ്യമായിട്ട് തന്നെ കാണുന്നത്. അച്ഛൻ സ്പെഷ്യൽ സ്കൂളുകളുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്നു ആ സമയത്ത്. സ്പെഷ്യൽ സ്കൂളുകളുടെ ഗ്രാന്റ് കിട്ടണമെങ്കിൽ ഈ സ്ഥാപനങ്ങളുടെ ഈ രജിസ്ട്രേഷൻ കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്ന് സ്പെഷ്യൽ സ്കൂളുകൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും സർക്കാരും മുന്നോട്ട് വെച്ച സാഹചര്യത്തിലാണ് ഈ ഒരു ക്രൈറ്റീരിയ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അച്ഛൻ എല്ലാ സ്ഥാപനങ്ങൾക്കും വേണ്ടി അന്ന് ഈ ഒരു യത്നത്തിന് വേണ്ടി മുൻകൈ എടുക്കാനായിട്ട് ഓഫീസിൽ വന്ന് നിർദ്ദേശം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓടി നടന്നു. ഒരു ചെറിയ കാലയളവിനുള്ളിൽ തന്നെ ഒട്ടുമിക്ക സ്ഥാപനങ്ങൾക്കും, കാരണം നമ്മൾക്കറിയാം ഓരോ സ്ഥാപനങ്ങളും എങ്ങനെയാണ് ഇത് നടത്തിക്കൊണ്ടു പോകുന്നത്, എങ്ങനെയാണ് അത് നടത്തിക്കൊണ്ടു പോകാനായി അവർ പരിശ്രമിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അതിൻ്റെ ഒപ്പം ഒരു ചെറിയ ഒരു കൈത്താങ്ങായി സർക്കാരിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു ഗ്രാന്റ് അത് ഒരിക്കലും നഷ്ടപ്പെടാൻ ഒരു കാരണവശാലും ഇടവരരുത് എന്ന് അച്ഛൻ്റെ സ്ഥാപനത്തിന് മാത്രമല്ല തൃശ്ശൂർ ജില്ലയിലെ എല്ലാ സ്ഥാപനങ്ങളിലും ഈ ഗ്രാന്റ് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ഈ ഗ്രാന്റിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്നിരിക്കണം എന്നുള്ള ഒരു ആവശ്യവുമായിട്ടാണ് അച്ഛനെ കാണുന്നത്. അങ്ങനെയാണ് ഞാൻ അച്ഛനെ പരിചയപ്പെടുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സംവിധാനം പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാൻ സാധിച്ചു. തുടർന്ന് ഇങ്ങോട്ടുള്ള ഓരോ ഘട്ടത്തിലും അച്ഛൻ ഈ സമൂഹത്തോട് ചെയ്യുന്ന ഓരോ ചെറിയ പ്രവർത്തനങ്ങളിലും അദ്ദേഹം കാണുന്ന ഒരു നന്മ എന്ന് പറയുന്നത് അത് ഈ സ്ഥാപനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഓരോ സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന ഓരോ ചെറിയ പ്രശ്നങ്ങളിലും അച്ഛൻ ഇടപെടും. അച്ഛൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും. അതിൽ എത്രത്തോളം നമുക്കതിൽ ഇടപെടാൻ പറ്റുമെന്നുള്ളത് ഒരു സർക്കാർ മിഷനറിയെ ഈ ഒരു ചെറിയ സ്ഥാപനങ്ങളുമായി ഓർത്തിണക്കുന്ന ഒരു ലൈസൺ ഓഫീസർ പോലെ പ്രവർത്തിക്കാനായിട്ട് അച്ഛന് സാധിച്ചു എന്നുള്ളത് എനിക്ക് ഏറെ സന്തോഷത്തോടെ ഞാൻ നോക്കി കാണുന്ന ഒരു വ്യക്തിയാണ്. അതിനുശേഷം അവിടെ നിങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലും ഓരോ സമയത്തും അച്ഛനുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം ഞാൻ കാത്തുസൂക്ഷിച്ചു വരുന്നത്. നമ്മുടെ കുടുംബപരമായിട്ടുള്ളതായ എല്ലാ തരത്തിലും നമുക്ക് അച്ഛനെ സമീപിക്കുമ്പോൾ തന്നെ അറിയാം അദ്ദേഹത്തിന്റെ ഒരു അപ്രസന്നമായിട്ടുള്ള ഒരു മുഖഭാവം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആകർഷണം എന്ന് പറയുന്നത്. ചിരിച്ചുകൊണ്ട് അദ്ദേഹം സ്വീകരിച്ച് നമ്മളോട് ഇന്ന് വർത്താനം പറയുന്ന ഒരു വളരെ നല്ലൊരു ജ്യേഷ്ഠ സഹോദരനാണ്. നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് റവൻ ഫാദർ ജോൺസൺ അന്തിക്കാടച്ചൻ. നമുക്കറിയാം ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് സ്വകാര്യ ലാഭത്തിനല്ലാതെ സ്വന്തം വ്യക്തി ആവശ്യത്തിനല്ലാതെ ചെയ്യുന്ന എല്ലാ നന്മ പ്രവൃത്തികളെയും നമുക്ക് പൊതുപ്രവർത്തനമായിട്ട് നമുക്ക് കണക്കാക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു അഭിമാന സ്തംഭമായിട്ടുള്ളൊരു പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവരുന്നതിനും ഇവിടെ നടത്തുന്ന ഓരോ കുഞ്ഞുമക്കളെയും കാത്തു പരിപാലിക്കുന്നതിനും അവരോടൊപ്പം ജീവിതം ചെലവഴിക്കുന്നതിനും അദ്ദേഹം 25 വർഷക്കാല പൗരോഹിത്യത്തിന്റെ രജത ജൂബിലിയുടെ നിറവിൽ നിൽക്കുമ്പോൾ അതിനേക്കാൾ ഉപരി സമൂഹത്തോട് ചെയ്യുന്ന ഒരു വലിയൊരു നന്മ നമുക്കെല്ലാവർക്കും അറിയാം. ഇത്തരം സ്ഥാപനങ്ങൾ ഇന്ന് സമൂഹത്തിൽ ചുരുങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. പല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പല പ്രശ്നങ്ങളുമായിട്ട് ഈ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോൾ ഓരോ ദിവസവും പുതിയ ആശയങ്ങളുമായിട്ട് നമുക്കറിയാം. ഒരു പ്രസ്ഥാനം തുടങ്ങി അത് നിപ്പിൽ നിന്നാൽ അത് ചെറുതാവുകയുള്ളൂ. കാരണം സമൂഹം വലുതാവുമ്പോൾ ആ പ്രസ്ഥാനം ചെറുതായിട്ടാണ്. പക്ഷെ സമൂഹത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ, നാളെയുടെ വിഷൻ, ഓരോരോ ചെറിയ മാറ്റങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ട് ഓരോ പുതിയ സംവിധാനത്തിലേക്ക് കടന്നു. ഏർലി ഇന്റർവെൻഷൻ സെന്റർ, B.Ed കോളേജുകൾ, RCI അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ തുടങ്ങി ഒട്ടനവധി സമൂഹത്തിന്റെ വലിയ മേഖലകളിലേക്ക്, അതുപോലെ തന്നെ സർക്കാരിന്റെ വിവിധ ഗ്രാന്റുകൾ, ഇതൊക്കെ തന്നെ കൈയടക്കി വെക്കാൻ അത് നമ്മുടെ പ്രവർത്തന മേഖലയിലേക്ക് കൊണ്ടുവരിക കൂടി ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രസ്ഥാനത്തെ വളർത്തി കൊണ്ടുവരാനായിട്ട് അതിന്റെ മാനേജ്മെന്റ് കാണിക്കുന്ന ഒരു ആർജവം എന്ന് പറയുന്നത്. അതല്ലാതെ തുടങ്ങിയിടത്ത് നിന്ന് നിന്നാൽ ആ പ്രസ്ഥാനം സമൂഹത്തിന്റെ വളർച്ചയ്ക്കൊപ്പം വളർന്നില്ലെങ്കിൽ അത് പിന്നാക്കം പോയി എന്നതാണ്. പക്ഷെ ഈ പ്രസ്ഥാനം ഓരോ ഘട്ടത്തിലും കയറി വിവിധ അംഗീകാരങ്ങളും സാക്ഷ്യപത്രങ്ങളും അനുമോദനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും സമൂഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളിലേക്കും കയറി ചെല്ലാനുള്ള ഈ ഒരു ആർജവം കാണിക്കുന്ന ബഹുമാനപ്പെട്ട അന്തിക്കാടച്ചന്റെ പൊതുപ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ദൈവവേലയ്ക്കുള്ള 25 വർഷത്തെ അദ്ദേഹത്തിന്റെ വൈദിക ശുശ്രൂഷയുടെ 25ാം വാർഷികത്തിന്റെ അനുമോദനങ്ങളും എല്ലാം ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ വാർഷിക അനുമോദനം നൽകുന്നു. നന്ദി. എറണാകുളം ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ശ്രീ സിനോ സേവി. അടുത്തതായി ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത്
Popol Mercy Home Special School PTA President Sri Abdul Majid. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഞങ്ങളുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ജോൺസൺ അച്ഛൻ, എല്ലാവർക്കും നമസ്കാരം. സിൽവർ ജൂബിലി പൗരോഹിത്യത്തിൽ 25ാം വാർഷികം ആഘോഷിക്കുന്ന ജോൺസൺ അച്ഛന് PTA പേരിൽ ആശംസ അർപ്പിക്കുക എന്നുള്ളതാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം. അത് എൻ്റെ സ്വന്തം പേരിലും എല്ലാ രക്ഷിതാക്കളുടെ പേരിലും ഞാൻ അദ്ദേഹത്തിന് ആശംസ അർപ്പിക്കുകയാണ്. അത്ര ഫ്ലുവൻ്റായിട്ട് പ്രസംഗിച്ച് പരിചയമില്ല, അതുകൊണ്ട് ദയവേത് ക്ഷമിക്കുക. പിന്നെ ഞങ്ങളുടെ രക്ഷിതാവെന്ന നിലയിൽ ഞാൻ കൊടുക്കുന്ന, ഞങ്ങൾ പറയുന്നത് ആശംസ എന്ന് പറഞ്ഞാൽ അത് ഒരു വാക്കിൽ നിൽക്കുന്നതല്ല. ഒരു 300-ലധികം കുട്ടികൾ ഈ സ്ഥാപനത്തിലുണ്ട്. ആ 300 കുടുംബങ്ങളിലേക്ക് സമാധാനം നൽകുന്ന ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. അതിലപ്പുറം എന്തെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രേ ഉള്ളൂ. പിന്നെ 26 വർഷം മുമ്പ് 90% മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കൈ പിടിച്ച് ഞാനിവിടെ വരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഇതൊരു കുട്ടികൾക്ക്, ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് അവരോട് കരുണ കാണിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് അത്യാവശ്യം പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമാണ് എന്ന് മാത്രമായിരുന്നു. അതങ്ങനെ കുറേ കാലങ്ങളിൽ പോവുകയും ചെയ്തു. ഏകദേശം ജോൺസൺ അച്ഛൻ ഇവിടെ വന്നിട്ട് അച്ഛനു വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ഏകദേശം 21 വർഷത്തോളമായി. ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് ആകെ മാറി ഇത് സ്ഥാപനം ആ പേര് മാത്രമേ പഴയതുള്ളൂ, ബാക്കി എവിടെ എത്തി. ബാക്കിയുള്ളവർക്ക് നേരത്തെ പ്രസംഗിച്ച മാതിരി സാധാരണ ഒരു പ്രൊഫഷണൽ കോളേജ് പോലും ഇത്രത്തോളം വളർച്ച ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം എൻ്റെ എല്ലാ മകനൊക്കെ എല്ലാം കൂടി പഠിച്ചാണ്. അന്നത്തെ ഒരു 4-5 ബ്രാഞ്ച് പിടിച്ചിട്ട് ഇപ്പോഴും അങ്ങനെ പോയിക്കൊണ്ടിരിക്കാത്തുള്ളൂ. വേറെ അതിനകത്ത് സിലബസ് മാത്രമേ മാറുള്ളൂ, ബാക്കിയല്ല അതേമാതിരി. ഇത് ജോൺസൺ അച്ഛൻ്റെ ഇത് രാവുകാരുള്ള ഈ ഓട്ടം അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടും. പക്ഷെ നമുക്ക് പുറത്തുനിന്ന് കാണുന്നവർ വല്ലാതെ അദ്ദേഹം കഷ്ടപ്പെടുത്തുവാണെങ്കിൽ ആ മനുഷ്യർ ആസ്വദിച്ച് ചെയ്യാമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ എന്തൊക്കെ പറയണമെന്നായിരുന്നു മറ്റോടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനത് വീണ്ടും ആവർത്തിക്കുന്ന അർത്ഥമില്ല. ഓരോരുത്തരും അടുത്തേക്ക് എല്ലാം പറഞ്ഞു. പിന്നെ അതിന് പുറമെ ആ ഒരു ഡോക്യുമെന്ററി നമ്മൾ കണ്ടു. ഒരു സ്കൂൾ സ്റ്റുഡന്റ് ഇങ്ങനത്തെ ഒരു നിലയിലെത്തുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരനുഗ്രഹം തന്നെയാണ്. അതിനകത്ത് അപ്പമൊന്നുമില്ല. പിന്നെ അദ്ദേഹം ഇനിയിപ്പോൾ ഈ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന അദ്ദേഹം ഈ ഗോൾഡൻ ജൂബിലിയും ഡയമണ്ട് ജൂബിലിയും ഒക്കെ ആഘോഷിക്കാൻ ദൈവം അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ. അത് ഓരോ രക്ഷിതാവിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ ദൈവത്തോട് അങ്ങേയറ്റം പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കൂടെയുള്ള അച്ഛൻ്റെ കൂടെയുള്ള ടീമിനും ദൈവം അദ്ദേഹം വലിയ ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛനെ PTA-യുടെ ആദരം മെമന്റോ നൽകാനും പൊന്നാട അണിയിക്കുന്നതിനുമായി PTA പ്രസിഡന്റ് ശ്രീ അബ്ദുൾ മജീദ് അവറുകളെയും PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. '25 വർഷത്തെ നിസ്വാർത്ഥ സേവനത്തിന് PTA-യുടെ അംഗീകാരം. നമുക്ക് എല്ലാവർക്കും കൈയടിച്ച് അച്ഛനെ ആദരിക്കാം. പൊന്നാട അണിയിക്കുന്നു. നന്ദി. അടുത്തതായി നാം എല്ലാവരും കാത്തിരുന്ന നിമിഷമാണ്. ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛന്റെ മറുപടി പ്രസംഗമാണ്. വേദിയിലും സദസ്സിലുമുള്ള എനിക്ക് ഏറ്റവും പ്രിയമുള്ളവരെ, സമയം കുറച്ച് വൈകി, വളരെ കുറച്ച് സമയം കൊണ്ട് മീറ്റിംഗ് കൂടെ അവസാനിക്കുകയാണ്. നമ്മളിപ്പോൾ രാവിലെ കുർബാനയോടുകൂടി തുടങ്ങി മീറ്റിങ്ങിലെ കുട്ടികളുടെ പരിപാടികളൊന്നും നമ്മൾ കണ്ടു. കുട്ടികളുടെ 2 കൊച്ചു പരിപാടികൾ കേൾക്കുന്ന അവസാനമുണ്ട് കേട്ടോ. വളരെ സന്തോഷവും നന്ദിയുണ്ട്. സിബിച്ചൻ പള്ളിയിലെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ
ദൈവത്തിൻ്റെ വലിയ സംരക്ഷണയും പരിപാലനയും ഒരുപാട് ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്നുള്ള ബൈബിൾ വചനമാണ് എന്നും ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നത്. നല്ല ദൈവത്തിന് ഒരുപാട് നന്ദി. സമയം കുറിച്ചതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയും പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം 25 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു വഴിത്താരിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ആശംസകളും പ്രാർത്ഥനകളും ഒക്കെ നേരുമ്പോൾ വലിയ സന്തോഷവും ദൈവത്തോട് നന്ദിയും ഒരുപാട് കടപ്പാടും മനസ്സിൽ തോന്നുന്നുണ്ട്. നിങ്ങളുടെ വലിയ പ്രാർത്ഥനയ്ക്കും ആശംസകൾക്കൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹം അറിയിക്കുകയാണ്. ഞാൻ ഈ സമയം പ്രത്യേകം എനിക്ക് വൈദിക പട്ടം നൽകിയ അഭിയുവിൻ്റെ തൂങ്ങുഴി പിതാവിനെയും വൈദിക വസ്ത്രം നൽകിയ അഭിയുവിൻ്റെ കൊണ്ടുകുളം പിതാവിനെയും എല്ലാം സ്നേഹത്തോടെ ഓർക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ വലിയ അമ്പസ് പിതാവിനെയും പുണ്യ പിതാവിനെയും പ്രത്യേകം സ്മരിക്കുകയാണ്. ഇന്നത്തെ ഈ സമ്മേളനത്തിലേക്ക് സ്നേഹത്തോടെ കടന്നു വന്ന നമ്മുടെ ജോസ്ഫനിക്കലച്ചൻ, വികാരി അല്ലടച്ചൻ, അതുപോലെ ഫൊറോന വികാരിച്ചൻ, വർഗീസ് തലവനച്ചൻ, പ്രിൻസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ സുരേന്ദ്രൻ സാറ് ഒരു നേരത്തെ പോകാൻ തിരക്കുള്ളത് കൊണ്ട് വളരെ നഗരസഭയുടെ ചെറിയ ആദരം അർപ്പിച്ച് പെട്ടെന്ന് പോയി. വളരെ സന്തോഷമുണ്ട്. ഈ പന്തലിൽ ഇന്ന് ഈ ഒരു പ്രോഗ്രാം നടത്താൻ സാധിച്ചത് മുനിസിപ്പാലിറ്റിയാണ്. കാരണം അവരാണ് ഈ പന്തല് നമുക്കായിട്ട് ഒരുക്കിയത്. ഇത് ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് 3-ാം തീയതി ഇവിടെ നടക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഒരുക്കേണ്ടതാണത്. നമുക്ക് വേണ്ടി കുറച്ച് നേരത്തെ ഒരുക്കി ഇതിന് നല്ല അവസരം നൽകി. അതുകൊണ്ട് നഗരസഭ ചെയർപേഴ്സണും അതുപോലെ തന്നെ സെക്രട്ടറി മനോജ് സാറിൻ്റെ കൂടെയുണ്ട്. മുനിസിപ്പാലിറ്റിയിലെ എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സ് അവർക്ക് വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. ഒപ്പം തന്നെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ, വേദിയിലുള്ള അതുപോലെ സദസ്സുള്ള അച്ഛന്മാർ, ഫൊറോന വികാരിച്ച് തുടങ്ങി ഫൊറോനയിലെ അച്ഛന്മാർ, മുൻ ഡയറക്ടർമാരായിരുന്ന വർഗീസ് പാലത്തേലച്ഛൻ, ജോജച്ഛനോട് സന്നിഹിതനാണ്. ജോജനുണ്ട്, സ്ഥാപനം ജോൺസൺ തുടങ്ങിയ അച്ഛന്മാരും ഇവിടെയുണ്ട്. ഇവരൊക്കെ നന്ദി പൂർവ്വം ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രഭുദാസി സന്യാസ സമൂഹത്തിലെ സിസ്റ്റേഴ്സിൻ്റെ വലിയ സേവനം ഈ സ്ഥാപനത്തിന് വലിയ മുതൽക്കൂട്ടാണ്. രണ്ടാളമ്മ വേദിയിലുണ്ട്. രണ്ടാളമ്മയ്ക്കും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ഓർക്കുന്നു. അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസിലെ എല്ലാ അംഗങ്ങളെയും ഓഫീസറെയും ഏറ്റവും മെമ്പേഴ്സിനെയും അതുപോലെ കളക്ടറേറ്റിൽ നിന്നുള്ള പ്രതിനിധികൾ വന്നിട്ടുണ്ട്. അവരെയും ഡി ഓഫീസ് പ്രതിനിധികളോടെയുണ്ട്. അവരെയും മെഡിക്കൽ കോളേജിലെ വൈസ് പ്രിൻസിപ്പളെ ഇതൊക്കെ തിരക്കുള്ളത് കൊണ്ട് പെട്ടെന്ന് ആശംസ അർപ്പിച്ചു പോയി. അതുപോലെ എത്തിക്സ് കമ്മിറ്റിയുടെ മെമ്പേഴ്സ് കൂടെയുണ്ട്. അവരെയും അതുപോലെ സ്കൂൾ PTA, ജില്ലാ PTA ആളുകളോട് എത്തിയിട്ടുണ്ട്. അവരെ സ്പെഷ്യൽ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരെ, സിസ്റ്റേഴ്സ് എത്തിയിരിക്കുന്നവരെ, ഞാനായിരുന്ന മറ്റ് ഇടവകളിൽ നിന്നുള്ള ചുരുക്കം പ്രതിനിധികളെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ. അവർ കുറേ പേരോട് എത്തിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ വികാരിയച്ഛൻ ഫ്രാങ്കിലച്ഛൻ, അല്ലവിടെ വികാരി, എൻ്റെ ഇടവകാലമായി സാധനച്ചൻ, അങ്ങനെ ഒത്തിരി പേരുടെ സന്തോഷവും സ്നേഹവും എനിക്ക് വലിയ പ്രചോദനം നൽകിയ സമയം. അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ സിസ്റ്റർ, മദർ സുപ്പീരിയർ ദേശി സിസ്റ്റർ, ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ മൊത്തം ചുക്കാൻ പിടിച്ചത് അസിസ്റ്റന്റ് ഡയറക്ടർ സീജനച്ചനാണ്. അത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഇതിൻ്റെ ആരംഭങ്ങൾ കമ്മിറ്റികളൊക്കെ ഫോം ചെയ്ത് ഏറ്റവും മനോഹരമായിട്ട് ഈ പരിപാടി നടന്നുകൊണ്ട് ഇത് ഏറ്റവും മനോഹരമാക്കാൻ സഹകരിച്ച സീജനച്ചനും മദറിനും സിസ്റ്റേഴ്സിനും ഒപ്പം സഹകരിച്ച സ്റ്റാഫ് അംഗങ്ങൾ, അവർക്കെല്ലാവർക്കും നല്ലൊരു കയ്യടിയോടെ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദി നമുക്ക് ഈ സമയം അർപ്പിക്കാം. അതുപോലെ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, സാന്ത്വനം എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അവരെ കൂടെ എത്തിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, അമ്മയുണ്ട്, പോയ അപ്പച്ചനെ, അതുപോലെ എൻ്റെ അടിയനെയൊക്കെ കുറേ സമയം ഓർക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് മെമ്പേഴ്സ്, ആശാനേതരെ, അതുപോലെ എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സ്, ഡിജിറ്റൽ ട്രെയിനീസ്, കുട്ടികൾ, ഈ പ്രോഗ്രാം നന്നാക്കാനായിട്ട് സഹകരിച്ച സമുദായ ലൈറ്റ് തുടങ്ങി ആരൊക്കെയുണ്ടോ ഇതൊക്കെ ഒറ്റ വാക്കിൽ സമയത്തോടുകൂടി ഞാൻ പറഞ്ഞ് നന്ദിപൂർവ്വം സ്നേഹപൂർവ്വം പരിസ്മരിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും വലിയ പ്രാർത്ഥനയ്ക്ക് ആശംസിക്കുന്നത് പറയുന്നതോടൊപ്പം തന്നെ തുടർന്നുള്ള ജീവിതത്തിലെ ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും നിരന്തരമുണ്ടാകുവാനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. പൗരോഹിത്യം എന്ന നിധി അത് മൺകുടത്തിൽ എന്ന പോലെ ബലഹീനരായ ഞങ്ങളിൽ ലഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിപാലനയാണ് അതെല്ലാം കാത്തുസൂക്ഷിക്കാനായിട്ട് അനുഗ്രഹമായിട്ട് മാറുക. അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും വലിയ പ്രാർത്ഥനയും സ്നേഹവും
തുടർന്നുണ്ടാകണം. ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് വന്ന എല്ലാവരെയും നന്ദി പ്രകടനം അവസാനം ഉണ്ടെങ്കിൽ എൻ്റെ വ്യക്തിപരമായ പേരിൽ എല്ലാവരോടുമുള്ള സ്നേഹവും കടപ്പാടും ഒറ്റ വാക്കുകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛ. അടുത്തതായി നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നത് പോപ്പോൾ മെർസി ഹോം സ്റ്റാഫ് പ്രതിനിധി ശ്രീ തോമസ് PJ അവറുകൾ. അതിനു മുമ്പ് ഒരൊറ്റ വാക്ക്, നമ്മുടെ പരിപാടി അവസാന ഘട്ടത്തിലാണ്. ഒരു സ്കിറ്റ് പെർഫോമൻസ്, നമ്മുടെ പൊന്നോമനകളുടെ ഒരു സ്കിറ്റ് പെർഫോമൻസും ഫ്യൂഷൻ ഡാൻസും കൂടിയുണ്ട്. ദയവായി എല്ലാവരും സഹകരിക്കുമല്ലോ. അടുത്തതായി നന്ദി അർപ്പിക്കുന്നു. സ്നേഹമുള്ള ഈ യോഗത്തിന്റെ അധ്യക്ഷൻ വടക്കഞ്ചേരി ഫൊറാന വികാരി ഫാദർ വർഗീസ് തരകൻ, അതുപോലെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വികാരി ജനറൽ ജോസ് ഗ്രേറ്റൻ, വിശിഷ്ട വ്യക്തികളെ, എൻ്റെ മുന്നിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമുക്ക് നീട്ടി പറയുന്നില്ല. എല്ലാവർക്കും ഒന്നിച്ചുള്ള ഒരു നന്ദി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്ന ഒത്തിരി ആൾക്കാരുണ്ട്. കാരണം നമ്മുടെ അധ്യക്ഷ, അതുപോലെ ഉദ്ഘാടകൻ, അതുപോലെ നമ്മുടെ ജൂബിലറിയൻ, 2 വാക്കുകൾ പറയണം ജൂബിലറിയനെ കുറിച്ച്. കാരണം നമുക്ക് ഈ സ്ഥാപനത്തിലെ കുട്ടികൾക്കും അതുപോലെ ഈ സ്റ്റാഫിനെയും എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചു കൊണ്ടുവരുന്ന അച്ഛനാണ് ജോൺസൺ അച്ഛൻ. മാത്രമല്ല, ഈ 21 കൊല്ലം ഇവിടെ വർക്ക് ചെയ്യാൻ മാത്രമല്ല, ഇടവക കിട്ടിയാൽ ഇടവകയിലും പ്രവർത്തിച്ചിട്ടുണ്ട് അച്ഛൻ. കോലടി, പാർന്നൂര്, അതുപോലെ മുണ്ടത്തിയോട്, ഇവിടെയൊക്കെ അച്ഛൻ ഈ ഇവിടെ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇടവകയും അതുപോലെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ എത്തിച്ചേർന്ന ഒത്തിരി ആൾക്കാരുടെ ഞങ്ങളുടെ ഇപ്പോൾ അധ്യക്ഷൻ, അതുപോലെ ഉദ്ഘാടകൻ, അതുപോലെ എത്തിച്ചേർന്ന ആശംസ അർപ്പിച്ച വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ, അതുപോലെ പ്രതിപക്ഷ നേതാവ്, എല്ലാവർക്കും, അതുപോലെ നിങ്ങളുടെ മുൻ ഡയറക്ടർമാരെ, ഇവിടെ മദേഴ്സ്, ഇവിടെ വന്നിട്ടുള്ള ഈ സ്ഥാപനത്തിന് മുൻ മദർമാരെ, അതുപോലെ മറ്റു സ്ഥാപനത്തിന് വന്നിട്ടുള്ള സിസ്റ്റർമാരെ, അതുപോലെ പ്രിൻസിപ്പൽമാരെ, അതുപോലെ ടീച്ചർമാരെ, അതുപോലെ സംഘടനയിൽ നിന്ന് വന്നിട്ടുള്ള പേടിൻ്റെ സെക്രട്ടറി, ആശ്വാസന്റെ പ്രസിഡന്റ്, അതുപോലെ സ്പീക്കിന്റെ മെമ്പർമാരെ, ഒത്തിരി ആൾക്കാരെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ അയൽപക്കത്തുള്ള നമ്മുടെ ചേട്ടന്മാരെ, ചേച്ചികൾ, എല്ലാവർക്കും, അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനീസ്, ടീച്ചർമാർക്ക് പ്രത്യേക കാരണം വ്യാപകരായിട്ട് കുറേ ദിവസമായി ഇതിന് പിന്നിലാണ്. പ്രത്യേകിച്ച് അവർക്കും എല്ലാവർക്കും നമ്മുടെ പ്രത്യേകിച്ച് ജോൺസൺസിന്റെ പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ നന്ദി തോമസ് മാസ്റ്റർ. ഇപ്പോൾ തൃശൂർ അതിരൂപത സാമൂഹ്യക്ഷേമ വിഭാഗം സാന്ത്വനത്തിന്റെ ആദരമാണ് ഇപ്പോൾ വേദിയിൽ. അതിനുശേഷം പോപ്പോൾ മെർസി ഹോമിലെ അധ്യാപകരുടെ ആദരമാണ്. നന്ദി തൃശൂർ അതിരൂപത സാമൂഹ്യക്ഷേമ വിഭാഗം സാന്ത്വനം. അടുത്തതായി പോപ്പോൾ മെർസി ഹോമിന്റെ അധ്യാപകരുടെ ആദരം. ഇപ്പോൾ പോപ്പോൾ മെർസി ഹോമിലെ അധ്യാപകർ ബഹുമാനപ്പെട്ട ഫാദർ ജോൺസൺ അന്തിക്കാട്ടിനെ ആദരിക്കുന്നു. പോപ്പോൾ മെർസി ഹോം സ്റ്റാഫ് എല്ലാവരും വേദിയിൽ എത്തേണ്ടതാണ്. നല്ല ഷോള. അടുത്തതായി അധ്യാപകരുടെ സ്നേഹ സമ്മാനം. മെമ്മന്റോ നൽകുന്നു. നന്ദി. ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദരം, അധ്യാപകരിൽ നിന്നുള്ള ആദരം. നന്ദി. പോപ്പോൾ മെർസി ഹോമിലെ നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ ആദരം. സീനിയർ ടീച്ചേഴ്സ് ആദരിക്കുന്നു.
പോപ്പോൾ നഴ്സിംഗ് ഹോമിന്റെ സീനിയർ ടീച്ചേഴ്സിന്റെ ആദരം. നിങ്ങൾക്ക് നല്ല പണിയായിരിക്കും. എവിടെയും വെക്കുള്ളൂ. കഴിയുമ്പോൾ കളക്ടറേറ്റിലേക്ക് പോകണം. അവന്റെ ഫോട്ടോ എടുക്കണേ. പേഡ് സംഘടനയുടെ ആദരമാണിപ്പോൾ. Parents for Association for Intellectual Disability. പേഡ് അസോസിയേഷന്റെ ആദരമാണിപ്പോൾ വേദിയിൽ. പോപ്പോൾ പൊന്നാട അണിയിക്കുകയാണ് പേഡ് സംഘടനയുടെ. ശ്രീഹരി ഇങ്ങോട്ട് തിരിഞ്ഞേക്ക്. ആ ഓക്കെ ഡൺ. ഇതിലിറങ്ങായിരുന്നു കേട്ടാ. ഇതിലിറങ്ങിക്കോ. പേഡ് സംഘടനയുടെ സ്നേഹ സമ്മാനം അച്ഛൻ ഏറ്റുവാങ്ങുന്നു. അതുപോലെ തന്നെ ചൈതന്യ സ്പെഷ്യൽ സ്കൂളിന്റെ ആദരമുണ്ട്. പോപ്പോൾ മേഴ്സി ഹോം കിച്ചൺ സ്റ്റാഫിന്റെ ആദരമുണ്ട്. ടീച്ചർ ട്രെയിനീസിന്റെ ആദരമുണ്ട്. ഒന്ന് ഫോട്ടോയ്ക്ക് നിന്നിട്ട് പോവാൻ മക്കളെ. ആദരം നൽകിയ എല്ലാ സുമനസ്സുകൾക്കും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ വണ്ടി നിറയെ സമ്മാനങ്ങളുമായി പോപ്പോൾ മേഴ്സി ഹോമിലെ അച്ഛന്റെ പൊന്നുമക്കൾ അതാ സമ്മാനം നിറയെ, വണ്ടി നിറയെ സമ്മാനങ്ങൾ. ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛന് അച്ഛന്റെ പൊന്നുമക്കൾ ഇതാ അച്ഛന്റെ അടുത്തേക്ക് വരികയാണ്. മനസ്സ് നിറയെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ അച്ഛന്റെ പൊന്നുമക്കളുടെ സമ്മാനങ്ങൾ, ഒരു വണ്ടി നിറയെ സമ്മാനങ്ങൾ. എന്ത് ദൈവമേ.
ആശംസകൾ. ആദരങ്ങൾക്ക് ശേഷം എല്ലാ സുമനസ്സുകൾക്കും ഒരിക്കൽ കൂടി ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ ഒരു സ്കിറ്റ് പെർഫോമൻസ് ആണ്. അച്ഛന്റെ ജീവിത യാത്രയിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടവുമായി പോപ്പോൾ മേഴ്സി ഹോമിലെ ചുണക്കുട്ടികൾ ഇതാ വേദിയിൽ അണിനിരക്കുന്നു. തുടങ്ങിയാ
ഒരു വീഡിയോ കേട്ടാ. പിള്ളേരൊക്കെ ഒന്ന് ഹായ് പറഞ്ഞേ.